ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഫസ്റ്റ് മോഡ്യൂൾ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എനർജി എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമ്മളിനി ഗ്ലോബൽ എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്ലോബൽ എനർജി സോഴ്സസ്, ദ എനർജി വി യൂസ് ടു സപ്പോർട്ട് ദ ഹോൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് comes from a variety of sources, but as you all know, fossil fuels currently provide the majority of our energy on a global basis, supplying about 81% of the energy we use. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന എനർജി ഡിമാൻഡിൻ്റെ 81% മീറ്റ് ചെയ്യുന്നത് ഏത് എനർജി സോഴ്സാണ്? ഫോസിൽ ഫ്യൂൽസ് ആണ്. ഫോസിൽ ഫ്യൂൽ ഇൻക്ലൂഡ്സ് കോൾ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അല്ലേ? So the non-fossil fuel sources includes nuclear, hydro, solar. സോളാർ തന്നെ അതിൽ ഫോട്ടോവോൾട്ടായിക് ഉണ്ട്, സോളാർ തെർമലും ഉണ്ട്. ഫോട്ടോവോൾട്ടായിക് പി വി സെൽസ്, സോളാർ തെർമൽ ഞാൻ പറഞ്ഞ പോലെ സോളാർ കളക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള കേസ്. ആൻഡ് വിൻഡ് ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ സോഴ്സ്. അപ്പോൾ ഈ ഫോട്ടോവോൾട്ടായിക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയാണ് ഉണ്ടാക്കുന്നത് സോളാറിന്. സോളാർ തെർമൽ വെച്ചാൽ അവിടെ നിന്ന് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ഹീറ്റ് എനർജി ഉണ്ടാക്കും. സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഹീറ്റ് എനർജി നമ്മൾ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് സ്റ്റീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റീം ടർബൈൻസിന് റൊട്ടേറ്റ് ആ ഒരു രീതിയിലാണ്. ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിയിലേക്കല്ല, ഡയറക്റ്റ് ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിൻഡ് ആൻഡ് വെറൈറ്റി ഓഫ് അതർ സോഴ്സസ്. ദീസ് നോൺ ഫോസിൽ ഫ്യൂൽസ് സോഴ്സസ് കറണ്ട് സപ്ലൈ അബൌട്ട് 19% ഓഫ് ദ ടോട്ടൽ എനർജി. അപ്പോൾ 81% ഫോസിൽ ഫ്യൂൽസും 19% മാത്രമേ ഏതുള്ളൂ, നോൺ ഫോസിൽ ഫ്യൂൽസ് എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ഹാസ് റൈസൺ ഡ്രമാറ്റിക്കലി ഓവർ ടൈം. ദിസ് ഈസ് അൺഡൗട്ടഡ്ലി റിലേറ്റഡ് ടു ബോത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. പോപ്പുലേഷൻ ഗ്രോത്ത് കൊണ്ട് അതനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നത് കൊണ്ട് എന്താണ്, എനർജി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ എനർജി സോഴ്സ് ടു അനദർ ടേക്സ് എ ലോങ് ടൈം. ഓക്കെ, അപ്പോൾ ഒരു കൺവെൻഷണൽ മോഡിൽ നിന്ന് ഒരു കൺവെൻഷണൽ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂൽസ് ആണ്. അപ്പോൾ നോൺ കൺവെൻഷണൽ മോഡ് അല്ലെങ്കിൽ സോളാർ, വിൻഡ് എനർജിയിലേക്കൊക്കെ നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്, അല്ലേ? കുറേ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും 81% ഫോസിൽ ഫ്യൂൽസും 19% നോൺ ഫോസിൽ ഫ്യൂൽസും ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് ഒന്നും കൂടെ നോക്കുക. സ്പ്ലിറ്റപ്പ് വരുന്നത് ടോട്ടലിൽ ഓയിൽ 33% ആണ്. കോള്, ഓയിൽ എന്ന് പറയുമ്പോൾ പെട്രോളിയം പ്രോഡക്റ്റ്സ്. കോൾ എന്ന് പറയുന്നത് 27%, ഗ്യാസ് 21% ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 21, 48, 30, 78, 81%. അപ്പോൾ ഗ്യാസ്, കോൾ ആൻഡ് ഓയിൽ ടുഗദർ comprises of 81% of the total energy demand. Okay, total energy demand. Rest 19% is split among solar, wind together 11%, hydroelectricity power 2%, nuclear power 6%. Okay, nuclear power 6% വരുന്നുണ്ട്. Now we will see coal in detail. Coal is an example for fossil fuel. So despite its poor environmental credentials, coal remains a crucial contributor to energy supply in many countries. എന്നുവെച്ചാൽ എന്താണ് അതിൻ്റെ ഒരു പൊല്യൂഷൻ എഫക്റ്റ്? അതാണ് പുവർ എൻവയോൺമെൻറ്റൽ ക്രെഡൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു പൊല്യൂട്ടിങ് എനർജി സോഴ്സാണ് ഈ കോൾ എന്ന് പറയുന്നത്. എന്നാൽ പോലും എന്തുണ്ട്, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഇറ്റ് ഈസ് എ മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് എനർജി സപ്ലൈ in many countries, അല്ലേ? So coal is playing an important role in delivering energy access because it is widely available, safe, reliable and relatively low cost. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. എന്താണ്, അവൈലബിലിറ്റി ഉണ്ട്, സേഫാണ്, റിലയബിൾ ആണ്, ആൻഡ് കോളിൻ്റെ കോസ്റ്റും കുറവാണ്. So that is why coal is still a widely used energy source. കോൾ ഏകദേശം 27% of എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത് കോളാണ്. So coal is the most widespread fossil fuel around the world and more than 75 countries have coal deposits. അപ്പോൾ കോളിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. കോൾ ഡെപ്പോസിറ്റ്സ് ഏകദേശം 75 കൺട്രീസിലുണ്ട് എന്ന് പറയും. The current share of coal in global power generation is over 40%.
but it is expected to decrease in the coming years എന്നാണ് പറയുന്നത്. ഓക്കെ, the coal play a major role in supporting the development of base load electricity where it is most needed. So coal-fired electricity will be fed into national grids and it will bring energy access to millions, thus facilitating economic growth in the developing world. അപ്പോൾ ബേസ് ലോഡ് മീറ്റ് ചെയ്യാൻ ഇലക്ട്രിസിറ്റിയുടെ ബേസ് ലോഡ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ കോളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, കോൾ ഫയർഡ് ഇലക്ട്രിസിറ്റി ഇറ്റ് വിൽ ബി ഫെഡ് ഇൻ ടു നാച്ചുറൽ ഗിഡ്സ് ആൻഡ് ഇറ്റ് വിൽ ബ്രിങ് എനർജി ആക്സസ് ടു മില്യൺസ്. ഓക്കെ, ആൻഡ് കോൾ റിസർവ്സിൻ്റെ ടോപ്പ് 5 കൺട്രീസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൾ റിസർവ്സ് എന്ന് പറയുന്നത് ഇൻ എം ടി മീൻസ് മെട്രിക് ടൺ. ഓക്കെ, മെട്രിക് ടൺ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ 2011 കണക്ക് പ്രകാരം 237,295 മെട്രിക് ടൺസാണ് കോൾ USA ഉള്ളത്. 1993 ഇറ്റ് വാസ് 168,391 ഓൺലി. അതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് USA 1092 ആണ് 2011. ആൻഡ് reservoir production in ES, United States of America, almost more than 100 years ആയിട്ട് എന്താണ് കോൾ റിസർവ്സ് എല്ലാം പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, റഷ്യൻ ഫെഡറേഷനിലാണ് സെക്കൻഡ് വരുന്നത്. അവിടെയും 2011 ആകുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 1993 അപേക്ഷിച്ചിട്ട് 2011 ആകുമ്പോൾ കോളിൻ്റെ ഒരു റിസർവ് കുറഞ്ഞിട്ടാണ് കാണുന്നത്. പ്രൊഡക്ഷനും താരതമ്യേന കുറവാണ്. ദാറ്റ് മീൻസ് കോളിൻ്റെ ഉപഭോഗം റഷ്യയിൽ കുറച്ച് കുറവാണ് കമ്പയർഡ് ടു USA. ആൻഡ് ചൈന റിസർവ്സ് എന്ന് പറയുന്നത് 114,500 ആൻഡ് in 2011, but production is also very high. Production in 2011 is almost 3,384 metric ton. Okay, so it has been using coal as an energy source only for 35 years. Australia comes next, and in India it is around 60,600. And production is very low compared to USA or China, only 516 metric tons. And it has been using the coal for more than 100 years. And rest of the world almost 2,45,725,000 for 2,45,725 metric tons. Okay, and the production in metric ton is around 1,805. So that is a split up of coal reserves among top 5 countries. So main 5 countries which are having coal as an energy source. One is USA, Russia, China, Australia and India. Okay, so actually this is drawback, benefits and drawback. Okay, so this is benefits and this is drawbacks. So benefits, wide geographic distribution, that we have already told that almost 75 countries in the world has got coal reserve. Coal is available in 75 countries. And stable and predictable costs, new technologies for coal improve efficiency and environmental performance. ഇതൊക്കെയാണ് അതിൻ്റെ എന്ത് വരുന്നത് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. അതായത് ന്യൂ ടെക്നോളജിയിലുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ് കാരണം കോളിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതേപോലെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേബിളാണ്, പ്രഡിക്റ്റബിളാണ്. ബട്ട് അതിൻ്റെ മെയിൻ ഡ്രോബാക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഹൈ എമിഷൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പാർട്ടിക്കുലേഴ്സ് ആൻഡ് അതർ പൊല്യൂട്ടൻസ്. ഇറ്റ് ഈസ് ഹൈലി പൊല്യൂട്ടിങ്. കോളെന്ന് വെച്ചാൽ ഹൈലി പൊല്യൂട്ടിങ് ആണ്. And not suitable for peaking generation units. And no, CCS and CCUS have negative impact on thermal plant efficiency. എന്നുവെച്ചാൽ CCS എന്ന് വെച്ചാൽ കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് ഓർ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ്. അത് ഗ്രീൻ ഹൗസ് ഗ്യാസസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു
ഒരു ടെക്നോളജിയാണ്. അത് ഒരു സ്ട്രാറ്റജിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ തെർമൽ പ്ലാന്റ് എഫിഷ്യൻസി ഓഫ് കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ്. ഓക്കെ, സോ ദീസ് ആർ നെഗറ്റീവ്സ്, ദീസ് ആർ പോസിറ്റീവ്സ്. ഓക്കെ, റൈറ്റ്. Now we'll move to oil. Global oil reserves are almost 60% larger today than 20 years ago, and the production of oil has gone up 25%. അതായത് ഒരു ലാസ്റ്റ് 20 ഇയേഴ്സിനുള്ളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഓയിൽ റിസർവ്സ് കണ്ടെത്തി തുടങ്ങിയത്. അപ്പോൾ 20 വർഷം മുന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 60% കൂടുതലായിട്ടാണ് കാണുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ റിഫൈനറീസൊക്കെ വരാൻ തുടങ്ങിയ 25% ഇൻക്രീസ് ചെയ്തു അല്ലേ. സോ ഓയിൽ സ്റ്റിൽ ദ പ്രീമിയർ എനർജി റിസോഴ്സ് with a wide range of possible application. Its main use, however, will be shifting towards transport and the petrochemical sector. അപ്പോൾ മെയിനായിട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷനിലാണ്, പെട്രോകെമിക്കൽ സെക്ടറിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി, കോൾ നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഓയിൽ നമ്മൾ ട്രാൻസ്പോർട്ട് സെക്ടറിലാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ഫ്യൂച്ചർ ഓയിൽസ് പൊസിഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ എനർജി ലാഡർ വിൽ ഫേസ് എ സ്ട്രോങ് ചലഞ്ച് ഫ്രം അതർ ഫ്യൂൽസ് സച്ച് ആസ് നാച്ചുറൽ ഗ്യാസ്. ഓയിലിൻ്റെ കൺസംഷൻ ഒരു ഡിക്ലൈനിലേക്ക് പോകാനാണ് ഫ്യൂച്ചറിൽ സാധ്യത. ഓയിൽ ഈസ് എ മെച്യൂർ ഗ്ലോബൽ ഇൻഡസ്ട്രി വിച്ച് ഓഫേഴ്സ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗുഡ് എക്കണോമിക് റിട്ടേൺസ്. ഓക്കെ, സോ ഓയിൽ മാർക്കറ്റ് ഒരു എന്താണ്, മെച്യൂർ ഗ്ലോബൽ ഇൻഡസ്ട്രി വിച്ച് ഓഫേഴ്സ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗുഡ് എക്കണോമിക്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അവരെ ഇൻകത്തിൻ്റെ ഒരു ഭൂരിപക്ഷം ഇൻകം വരുന്നത് അവർ ഓയിൽ മാർക്കറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഓയിൽ ഈസ് എ ഗുഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗുഡ് എക്കണോമിക് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് കൺട്രി, ആൾമോസ്റ്റ് 5 കൺട്രീസ് ടോപ്പ് ക്രൂഡ് ഓയിൽ റിസർവ്സ് ഉള്ള ടോപ്പ് 5 കൺട്രീസ് ആണ്. ഒന്നാമത്തെ വെനിസ്വലയാണ്. വെനിസ്വലയിൽ ഓൾമോസ്റ്റ് 40,450 മെട്രിക് ടൺ ഉണ്ടെങ്കിലും ക്യാൻ സീ ദാറ്റ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ആൻഡ് സൗദി യു ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് വരുന്ന സൗദിയാണ്. 36,500 മെട്രിക് ടൺസ് ഉണ്ട്. പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ വെനിസ്വല. ആൻഡ് തേർഡ് കാനഡയാണ് വരുന്നത്. 23,000 ആണ്. ഇത് 2011 കണക്കാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കഴിഞ്ഞു. മാറ്റങ്ങളുണ്ടാവാം. ഓക്കെ, അത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. കാനഡ 23,598 മെട്രിക് ടൺസ് വരും. ആൻഡ് ഇറാൻ ഇന്ത്യയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇറാനെയാണ്. 21,359 മെട്രിക് ടൺസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇറാഖ് 19,300 മെട്രിക് ടൺസ്. ഓക്കെ, ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഓയിൽ പറയുന്നത് ഒന്നാമത്തെ, കറൻ്റ്ലി ഇൻഡിസ്പെൻസിബിൾ ഫോർ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്, ലീഡിങ് ട്രേഡബിൾ കമ്മോഡിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ ട്രേഡിങ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിലയിലുള്ള ഏറ്റക്കുറച്ചിൽ ഇവർ ടാപ്പ് ചെയ്തിട്ടാണ് ഇവരെ ഇൻകം ഉണ്ടാക്കുന്നത്. ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു ട്രാൻസ്പോർട്ട് ഫ്യൂവൽ. അപ്പോൾ ഫ്യൂവൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈസിയാണ്, ഫ്ലെക്സിബിളാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എനർജി സോഴ്സാണ് ഓയിൽ. കാരണം നമ്മൾ ഐ സി എൻജിൻസ് ബേസിക്കലി പെട്രോൾ എഞ്ചിനായാലും കംപ്രഷൻ ഇഗ്നിഷൻ ആയാലും സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ആയാലും യൂസ് ചെയ്യുന്ന പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഹൈ പ്രൈസ് വോളറ്റിലിറ്റി. നമുക്കിപ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പ്രൈസ്, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ പ്രൈസ് വളരെയധികം വോളറ്റൈലാണ്. അതായത് ഇറ്റ് ഈസ് ടെൻഡിങ് ടു ചേഞ്ച് എവറി ഡേ. ആൻഡ് ദർ ആർ സം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റിലേറ്റഡ് ടു ഏരിയാസ് ഓഫ് ഗ്രേറ്റസ്റ്റ് റിസർവ്സ്. നമ്മൾ ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് കുവൈത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയുള്ള പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്കി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കൺട്രീസിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആൻഡ് another drawback is market dominated by leading oil producers. Okay, market is dominated by leading oil producers. Opaque means
നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രീസ് ആൻഡ് ലാർജ് നോസീസ്. ഓക്കെ. And third one is natural gas. It is yet another fossil fuel resource that will continue making significant contribution to the world energy economy. The cleanest of all fossil-based fuels, natural gas is plentiful and flexible. Compared to coal and or petroleum products or oil, natural gas is the cleanest. So it is increasingly used in the most efficient power generation technologies such as combined cycle gas turbine with conversion efficiencies of about 60%. 60% conversion efficiency കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് ഇത് നാച്ചുറൽ ഗ്യാസ്. ഇൻ ദ കേസ് ഓഫ് കമ്പൈൻഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇൻപുട്ടിൻ്റെ 60% നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ നമ്മളെ പെട്രോൾ എഞ്ചിൻ IC എഞ്ചിൻസിൻ്റെ ഒക്കെ എഫിഷ്യൻസി എത്രയാണെന്ന് അറിയാമോ? അറൗണ്ട് 30-40% ഒക്കെ ഉണ്ടാവും. So ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് ഓൾമോസ്റ്റ് 60% ആണ്. The world is turning its attention to unconventional energy resources. Shale gas is one of them. നമുക്കറിയാം അമേരിക്കയിലുള്ള ഷെയിൽ ഓയിൽ. ഇറ്റ് ഈസ് ഒരു എന്താണ്, പെട്രോളിയം പ്രോഡക്ട്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഷെയിൽ ഓയിൽ വരുന്നുണ്ട്. It has turned upside down the North American gas markets and is making significant strides in other regions. So shale gas refers to a natural gas that is trapped within shale formation. ഈ ഷെയിൽ ഓയിലിനുള്ള ഷെയിൽ ഗ്യാസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇസ് ട്രാപ്ഡ് വിത്തിൻ ഷെയിൽ ഫോർമേഷൻ. ഷെയിൽസ് ആർ ഫൈൻ ഗ്രെയിൻ സെഡിമെൻ്ററി റോക്സ് ദാറ്റ് ക്യാൻ ബി റിച്ച് സോഴ്സ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി USA ഡെവലപ്പ് ചെയ്ത് അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവർ ആ ഒരു മാർക്കറ്റിൽ എന്താണ് മുന്നേറാൻ തുടങ്ങി. ആൻഡ് വേൾഡ്സ് ടോപ്പ് 5 countries having natural gas reserves was Russia, and second again Iran, third Qatar, and fourth Turkmenistan. Turkmenistan വെച്ചാൽ ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. ആൻഡ് Saudi Arabia. So again Iran and Saudi Arabia are two common countries that we have found in natural gas reserves and in petrol oil reserves. So here ഖത്തറും വരുന്നുണ്ട്, റഷ്യയും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റഷ്യയുടെ പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ. സൗദി അറേബ്യയുടെ പ്രൊഡക്ഷൻ കുറവാണ്, ബിക്കോസ് ദേ ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഓയിൽ ഫീൽഡ്. ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ്, again we have already told, cleanest of fossil fuels, flexible and efficient fuel for power generation, and increasing പ്രൂവ്ഡ് റിസർവ്സ്, റീഅസസ്മെൻറ്റ്. ഇതിൻ്റെ റിസർവ്സ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഷെയിൽ ഗ്യാസ് ഇൻ USA. ആൻഡ് ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഫീൽഡ്സ് ഇൻക്രീസിംഗ്ലി ഓഫ് ഷോർ ആൻഡ് റിമോട്ട് ഏരിയാസ്. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷനിൽ കോംപ്ലക്സിറ്റി വരും കൂടുതലായിട്ട് ഓഫ് ഷോർ ആയതുകൊണ്ട്. ആൻഡ് ഹൈ അപ്പ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. ആൻഡ് ഇൻക്രീസിംഗ്ലി ലോങ് സപ്ലൈ റൂട്ട്സ് ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എഗെയിൻ ഇതിൻ്റെ ചിലവ് വളരെ കൂടുതലായിട്ടാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെയിനായിട്ടുള്ള ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്. With this we can conclude this session. Natural gas. Okay, can stop this session. Thank you.